നമസ്കാരം. ഇന്നത്തെ വീഡിയോ മീനില്ലാത്ത ഒരു മീൻ കറിയാണ്. അത് കോവയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ റെസിപ്പി മീനില്ലാത്ത മീൻ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കോവയ്ക്ക 10 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കോൺഫ്ലവർ, ഇനി 1/2 ടീസ്പൂൺ കൂടെ ചേർക്കണം, 1.5 ടീസ്പൂൺ കോൺഫ്ലവർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ കോവയ്ക്ക വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. കോവയ്ക്ക, ഉപ്പ്, കോൺഫ്ലവർ, കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് നേരം കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ ഡീപ്പ് ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കോവയ്ക്കയുടെ പച്ച ഒരു വെള്ളരിക്ക കഷ്ണം കഴിക്കുന്ന പോലെയുള്ള ടേസ്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോവയ്ക്ക ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടുതൽ ഡീപ്പ് ഫ്രൈ വേണ്ട. ഒരു 4 മിനിറ്റ് കോവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. ഇനി കറി ഉണ്ടാക്കാൻ ആവശ്യമായി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പല്ല കേട്ടോ, സോറി, കടുക് പൊട്ടി. ഇനി 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 10 അല്ലി ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ല ചുമപ്പ് കളറാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഗ്യാസ് സ്റ്റൗ സിമ്മിലാക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നത് കറിക്ക് കളറിന് വേണ്ടിയിട്ടാണ്. സിമ്മിൽ വെച്ചിട്ട് കാശ്മീരി മുളക് പൊടി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കാരണം കാശ്മീരി മുളക് പൊടിക്കൊരു പച്ചച്ചൊവ ഉണ്ടാവും. അത് മാറുന്നവരെ ഒരു 2 മിനിറ്റ് സിമ്മിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി കുടംപുളിയും 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് വെക്കുക. കുടംപുളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. മസാലകളെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തെടുത്ത കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. കോവയ്ക്ക വറുത്തെടുത്തതാവുകൊണ്ട് ഒരു 3 മിനിറ്റ് വറ്റിച്ചെടുത്താൽ മതി. ഫ്രൈ ആയിട്ടുണ്ട്, ഹാഫ് ഫ്രൈ ആയിട്ടുണ്ടല്ലോ. ഇതൊരു 2 മിനിറ്റ് വറ്റിച്ചെടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ മീനില്ലാത്ത കോവയ്ക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇതിലെ കുടംപുളി കുറച്ച് നേരം കഴിഞ്ഞാൽ പുളി അധികം ആവശ്യമില്ലാത്തവർക്ക് ഈ പുളി ഇതിലത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പുളി ആവശ്യത്തിനായാൽ ഇതിലുള്ള കുടംപുളികൾ 1 സ്പൂൺ കൊണ്ട് എടുത്തു മാറ്റി വെച്ചാൽ പാകത്തിന് പുളിയായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.